ഡിസംബർ 1 അല്ലേ? അപ്പൊ എന്താ ക്രിസ്മസ് ട്രീ മേടിക്കാത്തെ? ക്രിസ്മസ് ട്രീ വേണം ഇന്ന്. പിന്നാലെ ഞാൻ പപ്പനെ ഷൂട്ട് ചെയ്യും. ഞാൻ പിന്നാലെ പപ്പനെ ഷൂട്ട് ചെയ്യും. ഷൂട്ട് ചെയ്യല്ലേ, ഞാൻ വാങ്ങിച്ചു തരാം. എന്നാ പോവാ ക്രിസ്മസ് ട്രീ വാങ്ങിക്കാൻ. ഓക്കെ. ഇവിടെ എല്ലാ ക്രിസ്മസിന്റെ എല്ലാ ഡെക്കറേഷൻ ചെയ്ത് കേട്ടോ. ഞാൻ അവിടെ വലിയ ക്രിസ്മസ് ട്രീയും കൊണ്ടുവച്ചു. ഇത് ഞങ്ങളുടെ ചെറിയ ടൗൺ ആണ്. ചെറിയ ടൗണില് ഒരു ക്രിസ്മസ് ചെറിയൊരു ആഘോഷങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അവിടുന്ന് ഈ കോൾസ്മാർട്ടിൽ വരാം. ഒരു 30 സെക്കൻഡ് ഉണ്ടോ? ഡ്രൈവ് ചെയ്യാതെ 30 സെക്കൻഡ് പോലും ഇല്ല. ഇവിടെയാണ് നമ്മുടെ ഹബ്ബ്. വലിയ ഡ്രൈവ് ഒന്നും ഇല്ല. ഞങ്ങൾ അത്യാവശ്യം ഞങ്ങൾ അവിടെ നിന്ന് ഒരു 30 സെക്കൻഡ് മാത്രം ഡ്രൈവ് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ അടുത്തുള്ള ഒരു കോൾസും ഒരു കോൾസ് കെഹബ് ഒക്കെ നമുക്ക് ഇത്ര അടുത്ത് തന്നെയാണ്. ഇപ്പൊ കെഹബിൽ വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ക്രിസ്മസ് ഒക്കെ ആയിട്ട് ക്രിസ്മസ് ട്രീയും അതിനുള്ള ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയാണ് വന്നത്. പിന്നെ നമുക്ക് കെഹബ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഇവിടെയുള്ള കിച്ചൺ ഐറ്റംസ്, നമ്മുടെ വീട്ടിലെ ഡെക്കറേഷനും കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് എല്ലാം ഉള്ളൊരു ഷോപ്പാണ്. അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഷോപ്പാണ് അല്ലേ? പിന്നെ എന്താണ്, അപ്പൊ നമ്മൾ ഇനി ക്രിസ്മസ് ട്രീ ക്രിസ്മസ് ഗിഫ്റ്റ് ഇന്നില്ല കേട്ടോ. എൽഫ് ഉണ്ടോ? പിന്നെ ഓക്കെ എന്നാ ക്രിസ്മസിനില്ലേ ഇവിടെയുള്ള ആൾക്കാരാണെങ്കിൽ ഫുൾ അറേഞ്ച്മെന്റ് ചെയ്യും അവര്. അവരുടെ ബെഡ്ഷീറ്റ് തുടങ്ങി അവരുടെ ഹാളും അവരുടെ ഈവൻ അവരുടെ പ്ലേറ്റ്സും സ്പൂൺസും വരെ അവർ ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടായിരിക്കും അവർ ആ സമയങ്ങളിൽ. ഒരു മാസം മുമ്പ് അവർ വീടെല്ലാം അടിപൊളി സെറ്റപ്പ് ആക്കി എല്ലാ റെഡ് കളറും അവർ ഉപയോഗിക്കുന്ന പ്ലേറ്റുകളും എല്ലാ കപ്പുകളും അവർ ആ ഒരു റെഡ് കളറിലാക്കി മാറ്റി. ക്രിസ്മസിന്റെ ആഘോഷം ശരിക്കും. ക്രിസ്മസ് ഫാദർ സാന്റാക്ലോസ് എത്ര കൊള്ളാം, വെറൈറ്റി ആണല്ലോ. വാങ്ങി ഇത് $7. അതെന്തോടി വാങ്ങിയത്? പിള്ളേരുടെ തല വെക്കുന്ന ഈ ക്രിസ്മസ് ആകുമ്പോഴില്ലേ ഇവരാണെങ്കിൽ എന്റെ ഹോസ്പിറ്റലിലൊക്കെ ഡിസംബർ 1 തന്നെ ക്രിസ്മസ് ഡ്രസ് ഇടുന്നത്. യൂണിഫോം മേളില് മാത്രം. അതായത് എന്റെ അപ്പുറത്തെ ഷോപ്പിൽ ഇതിന് ഇന്ന് കഴിഞ്ഞ ദിവസം പോയപ്പോഴേ അവരെല്ലാം റെഡ് ഡ്രസ് ക്രിസ്മസിന്റെ ഡ്രസ്സുകളായിരുന്നു. ഹോസ്പിറ്റലിൽ അതുപോലെ എല്ലാരും എന്റെ ക്രിസ്മസിന്റെ ഡോളുകളും ക്രിസ്മസിന്റെ ഹാരി പോട്ടറിന്റെ ലെഗോ ഒരു ഇത് വന്നേക്കുന്നത് ക്രിസ്മസ്. അത് ഹാലോവീൻ ആണ്. ക്രിസ്മസിന്റെ വാങ്ങിച്ചു. എന്താണ് അതിനുള്ള ഡെക്കറേഷനും വാങ്ങിച്ചു. ആദ്യം പോയി കടയിൽ കിട്ടിയില്ല. അപ്പം ഇവിടെ വേറെ ഷോപ്പുണ്ട്, റിജക്ട് ഷോപ്പ് എന്ന് പറഞ്ഞു. അവിടെ പോയി വാങ്ങിച്ചു. സോറി. ഇത് വീടിന്റെ ഫ്രണ്ടിൽ വെക്കുന്നത്. നമ്മൾ ഓരോ സാധനം വീട് റീത്തായി. നമ്മുടെ നാട്ടിലെ ഇത് റീത്തെന്ന് പറയും. ഇത് വീടിന്റെ ഫ്രണ്ടിൽ വെക്കാനാണ്. ഇവര് ഓരോ സാധനം വാങ്ങിക്കാൻ ചെല്ലുമ്പോഴാണ് ഇതിന്റെ പൈസ. ഇതിനൊക്കെ സെപ്പറേറ്റ് വാങ്ങിക്കുന്നതിന് നല്ല പൈസയാണ്. ഇവിടെ ഇപ്പം എല്ലായിടത്തും ഈ പറഞ്ഞിട്ട് ക്രിസ്മസിൻ്റെതായുണ്ട്. ഇപ്പോൾ KFC വാങ്ങിക്കാൻ വന്നപ്പോൾ അവരുടെ കടയിലും മറ്റേ റെയിൻഡിയറിന്റെ തല വെക്കുന്ന കൊമ്പ് പോലത്തെ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. സോറി, ഇത് ഒത്തിരി അങ്ങ് ബാക്കിലോട്ട് ആക്കല്ലേ, ജസ്റ്റ് അത് ഫ്രണ്ടിലോട്ട് ആക്കിയാൽ മതി. അത് കഴിഞ്ഞിട്ട്
നശിപ്പിക്കല്ലേ, നശിപ്പിച്ച് കഴിഞ്ഞാൽ റിട്ടേൺ എടുക്കത്തില്ല. എല്ലാം ഫാസ്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ടോപ്പ് എനിക്ക് സ്റ്റാർ വെക്കണം പപ്പ. സ്റ്റാർ ലാസ്റ്റ് ഇപ്പൊ വെക്കാം. സ്റ്റാർ വെക്കാൻ പോവാ. അപ്പൊ എടുക്കണം, അതിന് എടുക്കേണ്ടി വരും. ഇതില്ല. ഓക്കെ എൽവിൻ റെഡി? താര വീരല്ലേ? ഓ ഫിറ്റ് ആവുന്നില്ല. It's okay. It's okay. നീ ജസ്റ്റ് വെച്ചാൽ ബാക്കി പപ്പ മിക്സ് ചെയ്തു. Okay. എവിടെ വരെയല്ലേ? ഇവിടെ ബാക്ക് ഒക്കെ ചെയ്യോ. ഓക്കെ, ഇത് ഇന്നലെ വാങ്ങിച്ച ലൈറ്റ് എന്ത് ചെയ്യും? ആ ലൈറ്റ് ആണെങ്കിൽ ബക്കറ്റ് ഒക്കെ ഉണ്ട്, ബക്കറ്റിലുണ്ട്. ഇത് ഓപ്പൺ ചെയ്യണം. പിന്നെന്താ, നീ ഏറ്റവും പണിയെന്ന് പറഞ്ഞ ഈ ലൈറ്റിന്റെ ഇതിന്റെ കുരുക്കണി അഴിക്കുക എന്നുള്ളത്. എൽവിനി എൽഫിനെയൊക്കെ കൊണ്ടുവെക്ക്. അതൊക്കെ ലാസ്റ്റ് ചെയ്യാൻ. We can't touch the elf. The elf. It's okay. This elf you touch. No, we can't. I'll get the tongs. No, not that elf. This things. Oh. Happy birthday to you. Nobody likes you. Merry Christmas to you. No one likes you. I'll take the toys. Da 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 da. Happy birthday to you. Nobody likes you. You look like an animal. Go back to the zoo. We have it. Nancy. എന്തുവാടി ചെയ്യുന്നേ? I'm gonna put it. അത് എൽഫിനെ ടച്ച് ചെയ്യാൻ പാടില്ല. Yeah, but we can use tongs. അത് എൽഫിനെ ടച്ച് ചെയ്ത് It loses magic. Magic Lucium. സ്കൂളിൽ എന്നോട് വന്നപ്പോ ചോദിക്കുക എൽഫിനെ ടച്ച് പപ്പ ടച്ച് ചെയ്ത് വന്നു. എന്ത് മാജിക് എൽഫിനുള്ളത്? It'll do naughty things. Like it'll wrap toilet paper in the Christmas tree. That's something it could do. The elf is very naughty. എൽഫിന്റെ സ്റ്റോറി അതാണോ? No, it will have lots of things. You can't touch it. And every night it goes to Santa Claus to say if we've been good or not. And it watches everything we do. So if you're saying bad words or swearing and that, he will say the elf will go to Santa and say that. Cool. You're swearing. So, and you will be on the naughty list if you keep on doing bad things. Cool. ഇനി മലയാളത്തിൽ പറയാം, എനിക്ക് മനസ്സിലായല്ലോ. Oh. Yes. So fuzzy. അതിനകത്ത് ഫുള്ള് ഗിഫ്റ്റ് ഇട്ടോണ്ട് വരണം എൽവിന്. Actually. അതിനകത്ത് സീഡ്സ് ഇടുന്നത്. ഇതിനകത്ത് സീഡ്സ് വല്ല ഇട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമ്മൾ അത് എംറ്റി ആവും. ചിലർ എംറ്റി ആക്കും, ചിലർ
രാത്രി ഉറക്കത്തിൽ വന്നിട്ട് ഒന്ന് എടുത്ത് തിന്നും. മമ്മി പ്ലീസ് ക്യാൻഡി മേടിച്ചു തരാമോ? എന്തിനാ ക്യാൻഡി? യമ്മിയാ ടേസ്റ്റിയാ, പിന്നെ സോക്കിൽ ഇടാൻ പറ്റും, പിന്നെ പിന്നെ പക്ഷെ സാന്റാക്ലോസ് ഇടാൻ പറ്റും. എൽവിനെ സാന്റാക്ലോസ് ക്യാൻഡി ഇട്ട് തരും. പപ്പ പെട്ടെന്നാവോ? ഞാൻ ഇത് തിന്നുമല്ല, ഇത് ഏറ്റവും ഇത് കുടുക്കി കിടക്കും. ഞാൻ തിന്നാനല്ല, KFC ഇല്ലായിരുന്നു, ഞാൻ ഒറ്റയടിക്ക് തിന്നായിരുന്നു. നിങ്ങളുടെ സ്കൂളിൽ സെലിബ്രേഷൻ ഉണ്ടോ ക്രിസ്മസിന്? ഒന്നും പറഞ്ഞില്ല. നിന്റെ ഡ്യൂട്ടിയിൽ എൻ്റെ ഡ്യൂട്ടിയിൽ ഓൾറെഡി എല്ലാവരും ക്രിസ്മസ് സ്ക്രബ് ഇട്ടോണ്ടാണ് വരുന്നത്. അത് ആ ടാഗ് ഇടാത്തത് ഞങ്ങൾ ഇന്ത്യൻസ് മാത്രമേ ഉള്ളൂ സ്ക്രബ് ഇടാതെ ചെല്ലുന്നത്. ബാക്കി എല്ലാവരും ക്രിസ്മസ് സ്ക്രബ് December 1 തൊട്ട് ഇടുന്നുണ്ട്. പിന്നെ അവരുടെയൊക്കെ തലയിൽ അവരെ ബോയൊക്കെ വെച്ച് അവരുടെ കമ്മല് വരെ അതാ ഇയറിങ്സ്. നമ്മളൊക്കെ ആദ്യമായിട്ടല്ലേ നമ്മൾ ഓസ്ട്രേലിയയിൽ വരുന്നേ. യുകെയില് ഉണ്ട്, പക്ഷെ യൂണിഫോം മാറ്റിയിട്ടുള്ള പരിപാടി ഇല്ല. അവര് വെക്കുമായിരുന്നു. പക്ഷെ ഇവിടെ നല്ല ആഘോഷം. ഇവിടെ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ 3 ക്രിസ്മസ് ട്രീ ഒക്കെ വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ വാർഡിലും എന്തെങ്കിലും പരിപാടി ഫാമിലി ക്രിസ്മസ് എന്താ പറയുന്ന ക്രിസ്മസ് പാർട്ടി അന്ന് കഴിയില്ലേ? സീക്രട്ട് സാന്റ ഉണ്ട്, വരുന്നുണ്ട് 23rd. നിങ്ങൾക്കുണ്ടോ സ്കൂളില് സീക്രട്ട് സാന്റ? മമ്മിക്ക് സീക്രട്ട് സാന്റ എന്താന്നറിയാമോ? ഇല്ല, അറിയത്തില്ല. സീക്രട്ട് സാന്റ ആണെങ്കിൽ ഒരു പാർട്ണർ തരും, പിന്നെ ആ പാർട്ണർ ആ ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കണം. അതെനിക്കറിയാം. ഞാൻ വെച്ചാൽ നീ എന്റെ സ്റ്റോറി പറയാൻ വരുവാന്ന്. സ്റ്റോറി ഇത് ഒത്തിരി ഇത് കഴിച്ചു പോയിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നമുക്ക് വാളിന് കൊടുക്കാനുള്ള ഇതുണ്ട്. അത് കുഴപ്പമില്ല, അതിനകത്ത് തന്നെ ചുറ്റി ചുറ്റി ഇനി അതിന്റെ ചെക്കില്ലേ ചവിട്ടല്ലേ അതിന്റെ പാക്കേജിങ് കണ്ടപ്പോ ക്രിസ്മസ് ട്രീ ഫിനിഷ് ആയി. പപ്പയ്ക്ക് എന്ത് പറയാനുണ്ട്? ബാറ്ററി ഇല്ലാതെ ചെയ്യാൻ പറ്റുമല്ലോ. ബാറ്ററി ഇല്ലാതെ ജസ്റ്റ് ചുമ്മാ ഇട്, പിന്നെ ബാറ്ററി ഇട്ടുമ്പോ അതിനകത്ത് ഇട്. ജസ്റ്റ് ചുമ്മാ ക്രിസ്മസ് ട്രീയിലിട്. ഈ ബോക്സില് തിരിച്ചത് ഇട്ട് വെക്കണേ ലൈറ്റ്. വിളിക്കാം. അപ്പണി ഇങ്ങോട്ട് വന്നോട്ടെ. നമുക്കിത് തൂക്കണ്ടായോ? ഇത് വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ ഓർക്കുന്നത് അതിന് ആണി അടിക്കാൻ പറ്റത്തില്ല. നമുക്ക് മറ്റേ ഒരു ക്ലിപ്പ് പോലത്തെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ ലാൻഡ് ലോഡ് വന്ന് നമ്മളെ ഓടിക്കും. അപ്പൊ അത് ഇപ്പൊ തൽക്കാലം ഇങ്ങോട്ട് ഇവിടെ വെച്ചത്. അതുകൊണ്ട് ഇതുപോലെണ്ണം വാങ്ങിക്കണം. ഇതിനകത്ത് ഇങ്ങോട്ട് നോക്കാം. ഇത് പകുതി കൊഴിഞ്ഞു പോയി. ഇതിന്റെ വേണ്ട നിലത്ത് കിടക്കും. ഗമ്മോ? ടെർമോക്കോൾ, പക്ഷെ കട്ടിയുണ്ട്. നമ്മുടെ ക്രിസ്മസ് ട്രീ എല്ലാം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഉള്ളതുകൊണ്ട് ഓണം പോലെ നമുക്ക് കിട്ടിയ വാങ്ങിച്ച സാധനങ്ങളുണ്ട്, നമ്മളെല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് നമ്മുടെ ക്രിസ്മസ് ട്രീ? അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ആയിട്ടില്ല. അപ്പൊ എല്ലാവർക്കും ഒരു അഡ്വാൻസ് ക്രിസ്മസ് ആശംസകൾ. ക്രിസ്മസ് ട്രീ വിശ്വസിക്കുന്നു. അപ്പൊ ക്രിസ്മസ് ട്രീ ഒക്കെ വെച്ചിട്ട് ഞങ്ങൾ വീഡിയോക്ക് കമന്റ് ചെയ്യുക. എന്നിട്ട് ഓക്കെ, താങ്ക് യു, ബൈ.